ഇടുക്കിയിലെ ഏത്തവാഴ കർഷകർ പക്ഷേ പ്രതിസന്ധിയിലാണ് കേട്ടോ. 1 കിലോ ഏത്തയ്ക്ക് 45 മുതൽ 50 മുതലാണ് വില ലഭിക്കുന്നത്. മാർക്കറ്റിൽ പക്ഷേ ഈ ചിപ്സിന് അങ്ങനെയൊന്നും അല്ലല്ലോ, എന്തു വിലയാ. എന്നാൽ മുടക്കുമുതൽ ലഭിക്കണമെങ്കിൽ ഈ കർഷകർക്ക് മിനിമം 60 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കട്ടപ്പന നെരിയാമ്പാറയിലെ സിബി ഉൾപ്പെടെയുള്ള കർഷകർ. നമ്മുടെ അവരുടെ സങ്കടം ഒന്ന് കേട്ടിട്ട് വരാം. ഓണത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഏത്തക്ക ഉപ്പേരി ഇല്ലാത്ത ഒരു സദ്യയെക്കുറിച്ച് മലയാളിക്ക് ഓർക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ തന്നെ കടയിലെത്തുമ്പോൾ ഉപ്പേരിക്ക് പൊന്നും വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യമാണ്. കാരണം വെളിച്ചെണ്ണ വില ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പൊന്നും വില കൊടുക്കേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ വില ഏത്തക്ക കർഷകർക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പന നരിയമ്പാറയിലുള്ളൊരു തോട്ടത്തിലാണുള്ളത്. സിബിച്ചേട്ടനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. സിബിച്ചേട്ടൻ കുറേ കാലമായിട്ട് വാഴക്കൃഷി നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താ ചേട്ടാ? സാഹചര്യം നല്ല വില കിട്ടുവാണെങ്കിൽ ലാഭമാണ്. ഇപ്പം നമുക്ക് എവിടെയിലെ വില കിട്ടുന്നില്ല, വില കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഒരു 50-60 രൂപയൊക്കെ കിട്ടിയാൽ നമുക്ക് മുതലാവും. ഇപ്പം എത്ര രൂപയുണ്ട്? ഇന്നിപ്പോൾ കുറച്ച് കായൊക്കെ വെട്ടിയിട്ടുണ്ടല്ലോ. ഞങ്ങളൊന്ന് തുടക്കം വെച്ചു 48 രൂപ 45 രൂപയൊക്കെ വെച്ചാണ് കൊടുത്തത്. ഇപ്പോൾ ഇത് പാട്ടത്തിനടുത്ത് നടക്കുന്ന സ്ഥലം പാട്ടത്തിന്റെ പൈസ, വളക്കൂലി, പണിക്കൂലി എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 60 രൂപയിലും വെച്ച് കിട്ടിയാലേ മുതലാവും. കഴിഞ്ഞ വർഷമൊക്കെ ഓണ സമയത്ത് എത്ര രൂപ ഉണ്ടായിരുന്നു ഏകദേശം? ഏതാണ്ട് 80-90 രൂപയൊക്കെ വന്നതാണ്. അത് ഉപ്പേരിക്ക് കടയിൽ ഭയങ്കര വിലയാണ്. നമ്മളോട് 40 മേടിച്ചാൽ 70 രൂപയൊക്കെയാണ് കടയിൽ കിട്ടുന്ന വില. ഇപ്പോൾ ആണെങ്കിൽ 60 രൂപ 65 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഇച്ചിരി മാർക്കറ്റ് കൂടുതലുണ്ട്. ഓണത്തിന് കൂടുന്നോർത്ത് വെട്ടാതെ നിർത്തിയേക്കുവാണ്. ഇതിപ്പോൾ മൂപ്പത്തിയ കായകളാണല്ലേ? പകുതി മൂപ്പത്തി. ഒരു ഓണത്തിന് 100-150 വില വെട്ടാം. ഓണടുപ്പിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഇത് വെട്ടാനായിട്ടാണ് ഈ മൂത്ത് നിൽക്കുന്ന വിലകളെല്ലാം നിർത്തിയേക്കുന്നത്. വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാണിച്ചു തരാം. മൂപ്പെത്തി നിൽക്കുന്ന കായകളാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ വില അല്പം കുറവാണ്. അതുകൊണ്ട് ഓണം അടുപ്പിച്ചുള്ള സമയത്ത് വെട്ടുകയാണെങ്കിൽ അല്പം കൂടി പൈസ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. നിലവിലെ മാർക്കറ്റ് വില അനുസരിച്ച് 45-നും 50 രൂപയ്ക്കും ഇടയിലാണ് 1 കിലോ ഏത്തക്കായ്ക്ക് നൽകേണ്ടി വരുന്നത്. പക്ഷേ പരമാവധി ഒരു മിനിമം ഒരു 60 രൂപയൊക്കെ ലഭിച്ചില്ലെങ്കിൽ ഇവർക്ക് നഷ്ടമാണെന്നാണ് പറയുന്നത്. സിബിച്ചേട്ടൻ പറയുന്നതിലൊരു കാര്യമൊക്കെ ഉണ്ട്. കാരണം പണ്ടത്തെ അപേക്ഷിച്ച് വളത്തിൻ്റെ വില കൂടി, പാട്ടത്തിന് നൽകുന്ന ആളുകളൊക്കെ പൈസയൊക്കെ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഒരാൾക്ക് ജോലിക്ക് വരണമെങ്കിൽ മിനിമം ഒരു 1000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലവ് ആവശ്യത്തിലധികമുണ്ട്. പക്ഷേ വരുമാനം, ഈ കാവിട്ട് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വരുമാനം ലഭിക്കുന്നില്ല എന്നൊരു പരാതിയാണ് സിബിച്ചേട്ടനെ പോലെയുള്ള ഏത്തക്ക കർഷകർ ഉന്നയിക്കുന്നത്. ഇനിയും ദിവസങ്ങളുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ വില വർദ്ധിക്കുകയാണെങ്കിൽ അത് ഉപകാരമാവും. അല്ലെങ്കിൽ ഇത്തവണത്തെ ഏത്തക്ക കൃഷി നഷ്ടത്തിലേക്ക് എത്തുമെന്നാണ് കർഷകർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. ഓക്കെ, വാഴ കർഷകർ പ്രതിസന്ധിയിലാണ്. ചിപ്സ് കുറിക്കുന്ന സമയത്ത് നമ്മൾ ഇവരെ കുറിച്ച് കൂടി ഓർമ്മിച്ചാൽ മാത്രം പോരാ. ഇവർക്ക് എന്തെങ്കിലും മിനിമം വരുമാനം കിട്ടാനുള്ള സംവിധാനം ഉണ്ടാവണം. പാവം കർഷകരല്ലേ, അവർക്ക് വില കിട്ടുന്നില്ല. ഇടനിലക്കാരാണ് ഇത് കംപ്ലീറ്റ് അടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ.